ഓം ശാന്തി. പലപ്പോഴും പലരും എൻ്റെ അടുത്ത് പരാതി പറയാറുണ്ട്, ഞാൻ മെഡിറ്റേഷൻ പഠിക്കുന്നുണ്ട്, സിസ്റ്റർ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എന്നിട്ടും എന്തെന്നറിയില്ല പലപ്പോഴും മനസ്സിലേക്ക് അതിശക്തമായ നെഗറ്റീവ് തോട്ട്സിൻ്റെ ഫ്ലോ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അഥവാ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലൊക്കെ കുരുങ്ങിപ്പോയിട്ട് എല്ലാവരും നമ്മളെ വിമർശിക്കുന്ന ഒരാളുകളുടെ കൂട്ടത്തിൽ എത്തിപ്പോകുമ്പോൾ അറിയാതെ നെഗറ്റീവ് തോട്ട്സ് ശക്തമായിട്ട് കയറി വരികയാണ്. ചില സമയങ്ങളിൽ നമ്മളെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ നമ്മളോട് വളരെ നെഗറ്റീവായിട്ട് പെരുമാറുമ്പോൾ അതിശക്തമായിട്ട് നെഗറ്റീവ് തോട്ട്സ് കയറി വരികയാണ്. ഇങ്ങനെ പലപ്പോഴും നമ്മുടെ ഈ കലിയുഗല്ലേ യാത്ര, തീർച്ചയായിട്ടും വേനൽക്കാലത്ത് വെയിലുണ്ടാവുമെന്ന് പറഞ്ഞ പോലെ ഈ കലിയുഗത്തിലും അതിൻ്റെതായിട്ടുള്ള ഓരോരോ പ്രഭാവങ്ങളില്ലാതിരിക്കില്ല. അന്തരീക്ഷത്തിലെ മുഴുവൻ പ്രഭാവം നോക്കിയാൽ നെഗറ്റീവ് തോട്ട്സിൻ്റെ, ഭയത്തിൻ്റെ, ടെൻഷൻ്റെ, ഇതിൻ്റെയൊക്കെ അതിശക്തമായിരിക്കുന്ന പ്രഭാവമാണ് വൈബ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അപ്പം അതുകൊണ്ട് ഒരുപാട് നെഗറ്റീവിൻ്റെ പ്രഭാവത്തിനുള്ളിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണോ രോഗാണുക്കൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ആരോഗ്യം മോശമായവർക്ക്, പ്രതിരോധ ശേഷി കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് രോഗം വരും. ഇനി നല്ല പ്രതിരോധ ശേഷിയുള്ള ആളാണെങ്കിൽ പോലും അതീവ ശക്തിശാലിയായിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന കീടാണുക്കളുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും രോഗം ബാധിതരായിട്ട് മാറാറുമുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ശരീരത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണോ ബാധിക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ളതായിട്ടുള്ള പ്രഭാവങ്ങൾ ഉണ്ടാവാറുണ്ട്. മുഖ്യമായിട്ട് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ഒരു 5 ആളുകൾ നമ്മളെ ഇടപഴകുന്നതായിരിക്കുന്ന 5 ആളുകളുടെ പ്രഭാവം തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരാളെന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ 5 ആളെ പറയുന്നത്, ബാക്കിയുള്ളവരായിട്ടുള്ള പ്രഭാവം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഓൾമോസ്റ്റ് ഒരു ആവറേജ് നമ്പർ എടുത്ത് നോക്കുമ്പോൾ മാക്സിമം നമ്മൾ ക്ലോസ് ആയി പെരുമാറുന്നത് ഒരു 4-5 ആളുകളായിട്ടായിരിക്കും. ബാക്കിയെല്ലാം വന്നു പോകുന്ന ഒഴുകുന്ന പേഴ്സണാലിറ്റീസ് ആയിരിക്കും. അതുകൊണ്ടാണ് 5 ആളുകൾ എന്ന് മുഖ്യമായിട്ട് പറയാൻ കാരണം. അപ്പം നമ്മൾ ക്ലോസ് ആയിട്ട് ആരുമായിട്ടുള്ള കോണ്ടാക്റ്റിലുണ്ടോ ആ 5 ആളുകളുടെ പ്രഭാവം തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ പ്രഭാവത്തിൽ വരാതിരിക്കണമെങ്കിൽ നിരന്തരമായിക്കൊണ്ട് നമ്മുടെ പവറിനെ അത്രയും ഹൈ വോൾട്ടേജ് ആക്കി മാറ്റണം. മീൻസ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു ചോപ്പ, പച്ച, നീല ഇങ്ങനെയുള്ളതായിട്ടുള്ള വെറൈറ്റി ആയിരിക്കുന്ന 0 വാൾട്ട് ബൾബുകൾ അവിടെയൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പവർഫുൾ ആയിട്ടുള്ള 100 വാട്ടിൻ്റെ ബൾബ് കത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ 100 വാട്ട്സിൻ്റെ ബൾബ് കത്തുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും മറ്റ് കളറുകൾ ഉണ്ടാവും ലൈറ്റായിട്ട് ചുറ്റുമൊക്കെ. പക്ഷേ ആ ലൈറ്റിൻ്റെ അടുത്തേക്ക്, ആ ബൾബിൻ്റെ അടുത്തേക്ക് ഈ പച്ചയോ ചോപ്പോ നീലയോ ഒന്നും കളർ എഫക്റ്റ് ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇൻ ദ സെയിം വേ നമ്മളുടെ പേഴ്സണാലിറ്റിയിലെ പോസിറ്റിവിറ്റീനെ അത്രയും ഹൈ ആയിട്ട് നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓറ അത്ര പവർഫുൾ ആണെങ്കിൽ, നമ്മുടെ മൈൻഡ് സെറ്റ് അത്ര സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ, നമ്മളുള്ളതായിരിക്കുന്ന പോസിറ്റീവ് വൈബ്രേഷൻസ് അത്രയ്ക്കും പവർഫുൾ ആണെങ്കിൽ, ഏത് കൂട്ടത്തിൽ നിങ്ങൾ പോയാലും നിങ്ങളുടെ പ്രഭാവം കൊണ്ട് അവർക്കേ പ്രഭാവം ഉണ്ടാവുള്ളൂ, അല്ലാതെ അവരുടെ പ്രഭാവം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഇത് എപ്പോഴും സംഭവ്യമാണോ ചോദിച്ചാൽ അല്ല എന്ന് തന്നെ വേണ്ടി വരും പറയാനായിട്ട്. കാരണം ചിലപ്പോൾ നമ്മൾ നന്നായി മെഡിറ്റേറ്റ് ചെയ്തു, നമ്മളെ ഹൈയിൽ പവർഫുള്ളാക്കി എനർജറ്റിക് ആക്കിയൊക്കെ മാറ്റി. പക്ഷേ അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ കർമ്മ കോൺഷ്യസ് അഥവാ ആക്ഷൻ കോൺഷ്യസ് ആയിട്ട് മാറുന്ന സമയത്ത്, ആ കർമ്മത്തിലേക്ക് ഏകാഗ്രമായി മാറുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ആ കർമ്മയോഗത്തിൻ്റെ ഈശ്വരനുമായിട്ടുള്ള കണക്ഷനിലെ ലിങ്കിലേക്ക് വന്നിട്ടില്ല എങ്കിൽ, ആ എനർജി റിസീവിങ് മോഡിലല്ല അത് നിൽക്കുന്നത് എങ്കിൽ, സ്വാഭാവികമായിട്ടും നമ്മുടെ എനർജി കുറച്ച് ലോ ലെവലിലേക്ക് മാറും, ബാറ്ററി കുറച്ച് യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഒരു സമയത്താണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്. അഥവാ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഒരു ടീം ഓഫ് അഥവാ ഒരു കൂട്ടം നെഗറ്റീവായിരിക്കുന്ന ആറ്റിറ്റ്യൂഡുള്ള, അഥവാ നിങ്ങളോട് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള, നിങ്ങളുടെ അടുത്ത് വിമർശന ബുദ്ധിയോടുകൂടി കാണുന്ന, നിങ്ങൾ ചെയ്യുന്ന എന്തിനേയും ക്രിട്ടിസൈസ് ചെയ്യുന്ന മാത്രമുള്ള ആളുകളുടെ ഇടയിൽ ഒക്കെ നമ്മൾ വന്ന് വിട്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സമയത്തെ നമ്മുടെ എനർജി ലെവൽ നോക്കിയാൽ നമ്മുടെ ലെവൽ കുറവും അവരുടെ ലെവൽ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ കർമ്മയോഗം പഠിപ്പിക്കുന്നത്. അതായത് കർമ്മം ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് കർമ്മം ചെയ്യാൻ പതുക്കെ 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 നമുക്ക് അതിൻ്റെ ആ ഒരു ചാനലിലേക്ക് നമുക്ക് ട്യൂൺ ചെയ്ത് എത്തണം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആ ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാറ്ററി ലെവൽ കുറവും അവരുടെ ചാർജ് കൂടുതലുമായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രഭാവം നമ്മളിൽ ഉണ്ടായിപ്പോവും. ഇങ്ങനെ കുറച്ചധികം ആളുകളുമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ പലവിധ വ്യവഹാരങ്ങളിൽ നമ്മൾ മുഴുകിയിരുന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ വളരെ മോശമായി പോവും. അഥവാ എനർജി ലെവൽ വളരെ താഴ്ന്നു പോവും. അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവുന്ന സമയത്ത്
അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഈവനിങ് മെഡിറ്റേഷൻ ചെയ്ത് അല്ലെങ്കിൽ രാത്രി ഉറങ്ങും മുന്നേ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിൻ്റെ ഭാരമൊക്കെ ഇല്ലാതാക്കി, അതുകൊണ്ടാണ് ഒരു ദിനചര്യയുടെ വളരെയധികം പ്രാധാന്യമുള്ളത്. അതിൽ സ്ട്രിക്റ്റായിട്ട് ശ്രദ്ധിക്കാതെ കുറച്ച് ലൂസായിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിക്കൊണ്ടും ഇങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥകളിൽ നമ്മൾ പ്രഭാവം ഉണ്ടാക്കും. ഇനി ഉണ്ടാക്കും എന്നത് ശരി, ഉണ്ടാക്കിയെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായിട്ടുള്ള വഴി എന്താണ്? അഥവാ അത്രയും ഹൈ ലെവലിലേക്ക് നമ്മൾ എനർജീനെ നമ്മൾ എത്തിച്ചിട്ടില്ല എങ്കിൽ, മറ്റുള്ളവരുടെ പ്രഭാവത്തിലെങ്ങാൻ വന്നു പോയി എങ്കിൽ ആ നെഗറ്റീവ് തോട്ട്സിൻ്റെ ഫ്ലോ കട്ട് ചെയ്യാനുള്ളതായിട്ടുള്ള വഴി എന്താണ്? അതിനുള്ളതായിരിക്കുന്ന ഒരു കൊച്ചു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. വളരെ ഈസിയാണ്, ഏത് സ്ഥലത്തിരുന്ന് വേണമെങ്കിലും ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ശാരീരികമായിരിക്കുന്ന രോഗമോ പ്രായമോ അല്ലെങ്കിൽ സ്ഥലമോ സമയമോ യാതൊരു ബന്ധനവുമില്ലാത്ത ഒരു സിമ്പിൾ ടെക്നിക്ക്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ടെക്നിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെ ഒരാൾ മോശമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് വല്ലാണ്ട് വിഷമമായിപ്പോയി, അതെൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെ ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വന്നു പോവുക. പലരും അങ്ങനെ പറയാറുണ്ട്, ആ കാര്യം ഓർമ്മിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ അടക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല, ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് എന്നോടൊന്ന് വെറുപ്പ് തോന്നുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹൈ പവർഫുൾ ആയിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സ്, അത് ഇമോഷൻസിൻ്റെ പവർഫുൾ നെഗറ്റീവ് ഇമോഷൻസിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പ്രയാസമായിരിക്കും. പിന്നെ അതിൻ്റെ പിന്നാലെ കുറേ ഒഴുകി സങ്കടപ്പെട്ട് വിഷമിച്ച് ഡിസ്ചാർജായി ചിലപ്പോൾ അതിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. കുറച്ച് നേരം അങ്ങ് ഒഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലോയിൽ നമ്മൾ പോകുമ്പോൾ അതിലുണ്ടാവുന്ന ഡിസ്കംഫർട്ട് നമ്മൾ ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മനസ്സ് പറഞ്ഞാൽ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടേക്കാണ് പോകുന്നത്, പോട്ടെ, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ഞാൻ തിരിച്ചു വരട്ടെ എന്ന്. അപ്പോഴേക്കും അതിൻ്റെ പ്രഭാവം കൊണ്ട് എഗെയിൻ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു തോട്ട്സ് ഉണ്ടാകുന്നു, നിങ്ങളുടെ അവസ്ഥ മോശമാകുന്നു എന്ന് കണ്ടാൽ അടുത്ത സെക്കൻഡ് ചെയ്യേണ്ടതായിട്ടൊരു ഉപായം, എവിടെയാണെന്ന് തന്നെ വിചാരിച്ചോളൂ, ഈവൻ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്, ബസ് കാത്ത് നിൽക്കുകയാണ്, ആ സമയത്താണ് ഒരാൾ നമ്മളെ കാണാൻ വരാമെന്ന് പറഞ്ഞു, വന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ശക്തമായ നെഗറ്റീവ് തോട്ട്സിൻ്റെ ഫ്ലോ ഉണ്ടാവുമ്പോൾ അതിശക്തമായിട്ട് പറയാം മനസ്സിൻ്റെ അടുത്ത്, ഒറ്റ പോസ്, ഒരു നിമിഷം, ഒരു സെക്കൻഡ് എന്ന് നിങ്ങളുടെ ശ്രദ്ധേനെ പൂർണ്ണമായിട്ടും ശ്വാസഗതിയിലേക്ക് കൊണ്ടുവരിക. ഞാൻ ആദ്യം വിചാരിക്കുക ഞാൻ ശാന്ത സ്വരൂപാത്മ. അത് വിചാരിച്ചതുകൊണ്ട് മാത്രമൊന്നും തോട്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ശ്വാസഗതിയിലേക്ക് ശ്രദ്ധേനെ കൊണ്ടുവരിക. പതുക്കെ നിങ്ങളുടെ ശ്വാസത്തെ എണ്ണാൻ തുടങ്ങുക. ആദ്യം ശ്വാസഗതി വളരെ സ്പീഡിൽ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ പതുക്കെ നമുക്ക് കാണാം നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് വരുന്നതോടുകൂടി പതുക്കെ നമ്മുടെ ശ്വാസഗതിയുടെ സ്പീഡ് കുറയാൻ തുടങ്ങും. അതിന് ഓരോ പ്രാവശ്യം എണ്ണുമ്പോഴും ഞാൻ ശാന്തസ്വരൂപാത്മ, എഗെയിൻ 1, ഞാൻ ശാന്തസ്വരൂപാത്മ. അപ്പോൾ ശ്വാസം അകത്തേക്ക് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ 1 എണ്ണ, അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ 2, ശ്വാസം വലിച്ചു പുറത്തേക്ക് വിടുമ്പോൾ 3. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ശ്വാസം വലിച്ചു പുറത്ത് വിടുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യണം ഈ ശ്വാസം ഈ മൂക്കിലൂടെ അകത്ത് പോയി അവസാനിക്കുകയല്ല, മൂക്കിലൂടെ കയറിയിട്ട് ഇവിടെ ഇരിക്കുന്ന ആത്മാവിന് പോയിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു എൻ്റെ അനുഭവത്തിൽ ഒരു 3-4 ശ്വാസഗതിയിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും തന്നെ മനസ്സ് പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെ പ്രസൻറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതല്ല നിങ്ങൾക്ക് അത്രയ്ക്കാവുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും 10-21 ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും, നിങ്ങൾ ബിസിയുള്ള വല്ല ആക്ടിവിറ്റിയിലാണെങ്കിൽ ചിലപ്പോൾ 21 ശ്രദ്ധിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, എന്നാലും ഒരു 5-10 തവണ നമ്മുടെ ശ്വാസത്തിനെ എണ്ണി കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ശ്രദ്ധ പുറമെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും പോവും. അവർ പറഞ്ഞ കാര്യം മറക്കും, ഇവർ പറഞ്ഞ കാര്യം മറക്കും. അതിശക്തമായി പുറത്തേക്ക് ഒഴുകിയിരുന്ന ഇമോഷൻസ് അവിടെ ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കും. അതുകൊണ്ട് ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ് സ്വന്തം ശ്വാസത്തിലേക്ക് എണ്ണുക എന്നുള്ളത്. ആ എണ്ണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ശ്വാസം എടുക്കുമ്പോൾ ഈ ഭ്രൂ മധ്യത്തിലുള്ള ആത്മാവിൽ പോയിട്ട് ടച്ച് ചെയ്തിട്ട് ആ എനർജി പുറത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യണം. ആ എനർജി സ്പ്രെഡ് ആവുമ്പോൾ ആ ടച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ശാന്തസ്വരൂപാത്മ. രണ്ടാമത്തെ പ്രാവശ്യം ശ്വാസം എടുത്ത് ആ ശ്വാസം അവിടെ പോയി ടച്ച് ചെയ്യുമ്പോൾ ഞാൻ ശാന്തസ്വരൂപാത്മ, എനർജി സ്പ്രെഡായി. ഇങ്ങനെ ശ്വാസത്തിൽ എണ്ണിക്കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധേനെ ശ്വാസഗതിയിലേക്ക് കൊണ്ടുവന്ന് ഒപ്പം ഒരു പോസിറ്റീവായിരിക്കുന്ന തോട്ട്സും വിഷ്വലൈസേഷനും നിങ്ങളൊരു 5 തവണ 6 തവണയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ മനസ്സ് പൂർണ്ണമായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ആ മൊമെൻറ്റിൽ നിങ്ങൾ എന്ത് പോസിറ്റീവ് തോട്ട് അടുത്തതായിട്ട് നമുക്കത് ഇങ്ങനെ പോട്ടെ അങ്ങനെ പറഞ്ഞ് വിട്ടേക്ക്, നമുക്കിത് ചെയ്യാം എന്ന് എന്ത് ചെയ്യേണ്ട തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അവിടെ നിങ്ങളുടെ കൂടെ മനസ്സ്
നിങ്ങളുടെ ഒപ്പം മുന്നോട്ട് കർമ്മം ചെയ്യാനായിട്ട് വരാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കേൾക്കുന്നവർ പല ഭാഗത്തുള്ളവരുണ്ടാവും, പല സ്ഥലങ്ങളിൽ പല രീതികളിൽ കുരുങ്ങിക്കിടക്കുന്നവർ, പല സാഹചര്യങ്ങളിലൂടെ വലിച്ചഴക്കപ്പെട്ടവർ, പലരും പല രീതിയിലുള്ളതായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ശക്തമായ നെഗറ്റീവ് തോട്ട്സിൻ്റെ ഫ്ലോ ഉണ്ടാവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എപ്പോഴൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധയെ ശ്വാസഗതിയിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുക്കുക, റിലാക്സ്ഡ് ശ്വാസം വിചാരിക്കുക, അവിടെ പോയിട്ട് ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ആ ശാന്തിയുടെ വൈബ്രേഷൻ എടുത്ത് സ്പ്രെഡ് ആവുന്നതായിട്ട് ഫീൽ ചെയ്യുക. നിങ്ങൾ ചെയ്തു നോക്ക്. നിങ്ങൾക്ക് ഒരു 4-5 സെക്കൻഡ് കൊണ്ട് മനസ്സിനെ നിങ്ങളുടെ കയ്യിൽ പിടിയിൽ ഒതുക്കാനായിട്ട് സാധിക്കും. ഒരു ഈസി ടെക്നിക്കാണ്. ഇന്ന് തന്നെ ഇത് കേട്ട ഉടനെ തന്നെ മനസ്സ് ഡിസ്റ്റർബ് ഉള്ളവരാണെങ്കിൽ ചെയ്തു നോക്കണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ അതിന് സന്ദർഭം വരുമ്പോൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നല്ല അനുഭവം നിങ്ങൾക്കുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.